ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇടിയപ്പവും അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മധുരക്കറിയും കൊണ്ടിട്ട് ഇത് ഞങ്ങളുടെ ട്രഡീഷണൽ ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇടിയപ്പം തയ്യാറാക്കാനായി ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിൽ കുറച്ച് സാൾട്ടും കൂടി ഇട്ട് ഒന്ന് തിളച്ച് കഴിയണം, നല്ല തിളക്കണം. ഞാൻ പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് റൈസ് പൗഡർ എടുക്കുക. അതിലേക്ക് ഈ തിളച്ച വെള്ളം കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. തിളച്ച വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഇടിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പത്തിരിപ്പൊടിയാണിത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ പൊടിയെ അച്ചിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഞാൻ ഇഡ്ഡലിയുടെ തട്ടിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ആദ്യം കുറച്ച് കോക്കനട്ട് ഇട്ട് അതിലേക്ക് നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള മധുരക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് കുറച്ച് ചെറിയ പഴമാണ്, നല്ല പഴുത്ത പഴമായിരിക്കട്ടെ. അപ്പോൾ നല്ല പഴം ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് ഇങ്ങനെ എടുക്കുക. അപ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടും. ഓരോന്നായിട്ട് അങ്ങനെ നമുക്ക് എടുക്കാം. ഇനി അതൊരു തവി വെച്ച് നന്നായി ഉടച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് അടിക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്യണം. ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടുകയും വേണം, അതിനാണ് ഇങ്ങനെ ഉടച്ചെടുക്കുക. ഇത് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം, അതൊന്ന് മധുരം ബാലൻസ് ചെയ്ത് കിട്ടാൻ. പിന്നെ കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിരിക്കണം, പാല് അധികം ലൂസാവരുത്. അപ്പോൾ നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്